ഇരുവൃക്കകളും തകരാറിലായ നിർധന യുവാവ് ചികിത്സയ്ക്ക് കാരുണ്യമതികളുടെ സഹായം തേടുകയാണ്. പുറത്തൂർ മരവന്ത സ്വദേശിയായ നസീഫ് എന്ന 35-കാരനാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ചെലവ് വരുന്ന ഭീമൻ തുകയുടെ മുന്നിൽ നിസ്സഹായനായി നിൽക്കുന്നത്. വാടക വീട്ടിൽ കഴിയുന്ന നിർധനനായ നസീഫിന് ഭാര്യയും 2 പിഞ്ചുമക്കളുമുണ്ട്. ഈ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് നസീഫ്. വൃക്കകൾ തകരാറിലായ നസീഫിന് വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് ഏക പോംവഴിയെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. നിലവിൽ ആഴ്ചയിൽ 3 വീതം ഡയാലിസിസിനും നസീഫ് വിധേയനാകുന്നുണ്ട്. ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കുമായി വേണ്ടിവരുന്ന 40 ലക്ഷം രൂപ എന്നത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായ തുകയാണ്. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരും പൊതുപ്രവർത്തകരും ചേർന്ന് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചത്. ഇപ്പോൾ ഒരാഴ്ചയായി നമ്മുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം നല്ല രീതിയിലുള്ള ഒരു പ്രദേശത്തിൻ്റെ നന്മയാർന്ന എല്ലാ കൂട്ടായ്മയും ഈ എല്ലാ പിന്തുണയും നമുക്ക് ചികിത്സാ കമ്മിറ്റിക്ക് ലഭിക്കുന്നു എന്നറിഞ്ഞാൽ വളരെ സന്തോഷം. അദ്ദേഹത്തിൻ്റെ എറണാകുളത്തുള്ള കോംട്രസ്റ്റ് ഹോസ്പിറ്റൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ട്രാൻസ്പ്ലാന്റേഷനുള്ള മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഏതായാലും ഈ ഉദ്യമത്തിന് എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും പിന്തുണയും അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിവിധ കമ്മിറ്റികളിൽപ്പെട്ട ആളുകൾക്ക് നിങ്ങളെ സമീപിക്കുമ്പോൾ എല്ലാവിധ സഹായവും സഹകരണവും കൂടി നൽകണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. റഫീഖ് നെഹൽ ചെയർമാനും അബ്ദുൽ ഖാദർ എന്ന ബാബു മാസ്റ്റർ ജനറൽ കൺവീനറുമായി 40 അംഗ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഫണ്ട് സമാഹരണം ആരംഭിച്ചിട്ടുണ്ട്. നസീഫ് ചികിത്സാ സഹായ ഫണ്ടിലേക്ക് വീടുതോറും കയറിയിറങ്ങി ഒറ്റയ്ക്ക് 1000-ഓളം രൂപ സമാഹരിച്ച വിദ്യാർത്ഥിനിയെ ചികിത്സാ സഹായ സമിതി ആദരിച്ചു. വാളമരുതൂർ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി എടവനാത്ത് വളപ്പിൽ സ്നിയയെയാണ് സഹായ സമിതി കൺവീനർ ബാബു മാസ്റ്റർ ആദരിച്ചത്. സ്നിയ ഒറ്റയ്ക്ക് സമാഹരിച്ച 720 രൂപ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിജി കുര്യാക്കോസ് ഏറ്റുവാങ്ങി. അപ്പോൾ ഈ ചികിത്സാ ഫണ്ടിലേക്ക് നമ്മുടെ ഈ കുട്ടികളുടെ എല്ലാ രക്ഷിതാക്കളും അതിൽ പങ്കാളികളാണ്. എങ്കിൽ കൂടി കുട്ടികളിൽ ഇത്തരം ഒരു മൂല്യം വളർത്തിയെടുക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ കുട്ടികളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള കളക്ഷൻ വരുന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പൂർത്തിയായതിനു ശേഷം ഞങ്ങൾ കമ്മിറ്റിക്ക് കൈമാറും. നസീഫിൻ്റെ ചികിത്സയ്ക്കായി ഗ്രാമീൺ ബാങ്ക് പുറത്തൂർ ബ്രാഞ്ചിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 401111336563. IFSC കോഡ് KLGB 00402026 7306555083 എന്ന ഗൂഗിൾ പേ നമ്പറിലും 9746003223 എന്ന ഗൂഗിൾ പേ നമ്പറിലും സഹായം അയക്കാം. കേരള വിഷൻ പുറത്തൂർ.